ഹലോ അസ്സലാമു അലൈക്കും. എടാ, നമ്മൾ പ്ലസ് ടു മോഡൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നമ്മളോട് മുഷബ്ബഹ് ബി ഒക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും ചോദ്യങ്ങൾ തരാം. ഇതേപോലെ 1, 2, 3 സെൻറ്റൻസുകൾ തരും. എന്നിട്ട് നമ്മളോട് പറയും മുഷബ്ബഹ് ബി ഒക്കെ എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയാണ് ഈസിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നോക്കാം, നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ അറബിയിൽ തശ്ബീഹ് എന്ന് പറഞ്ഞാൽ തശ്ബീഹ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് കമ്പയർ ചെയ്ത് പറയാം, താരതമ്യം ചെയ്ത് പറയാം അല്ലേ. അലി ധീരതയുടെ കാര്യത്തിൽ സിംഹത്തിനെ പോലെയാണ്. അലിയെ ധീരതയുടെ വിഷയത്തിൽ സിംഹത്തിനോട് കമ്പയർ ചെയ്തു. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തശ്ബീഹ് എന്ന് പറയാം. ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാവും വെച്ചാൽ 4 ഭാഗം ഉണ്ടാവും. നമുക്ക് അത് ഈ എക്സാമ്പിൾ തന്നെ പഠിക്കാം. അപ്പം ആ 4 ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കണം. അതിൽ ഒരു ഭാഗമാണെന്ത്, മുഷബ്ബഹ്. ഉദാഹരണം മുഷബ്ബഹ്. ഇപ്പോൾ ഈ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അൽ ഇൽമു വിജ്ഞാനം, കന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ പോലെയാണ്. അപ്പോൾ അറിവിനെ പ്രകാശത്തോട് കമ്പയർ ചെയ്തു. ഫിൽ ഹിദായ നേർമാർഗത്തിൻ്റെ വിഷയത്തിൽ അറിവ് പ്രകാശത്തെ പോലെയാണ്. അപ്പോൾ ഇവിടെ അറിവിനെ എന്ത് ചെയ്തു, പ്രകാശത്തോട് കമ്പയർ ചെയ്തു. അപ്പോൾ എന്തിനെയാണോ കമ്പയർ ചെയ്യുന്നത് അതിന് മുഷബ്ബഹ് എന്ന് പറയും. ഓക്കെ, ഇതിനെന്തുണ്ട്, ഇതിന് 4 പാർട്സ് ഉണ്ട്. ഈ 4 പാർട്ടുകൾക്ക് നമ്മൾ പറഞ്ഞ പേരാണ് അർക്കാനു തശ്ബീഹ്. ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, അർക്കാനു തശ്ബീഹ്. നമ്മൾ എന്താ ചോദിക്കാന്നല്ലോ, അർക്കാന് ഇത് തരാതെ എന്ത് ചെയ്യും, ഇത് തന്നെ തന്നാണ് ഇങ്ങോട്ട് പറയും അർക്കാനു തശ്ബീഹ് എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ അർക്കാനു തശ്ബീഹ് എന്ന് പറഞ്ഞാൽ ഈ 4 മനസ്സിലാവണം, അതിനാണ് ഞാൻ എഴുതി തന്നത്. അപ്പോൾ എന്തിനെയാണോ കമ്പയർ ചെയ്യുന്നത് അതിനെന്ത് പറയും, മുഷബ്ബഹ് എന്ന് പറയും. എന്തിനോടാണോ കമ്പയർ ചെയ്യുന്നത്, ഇവിടെ എന്തിനോട് കമ്പയർ ചെയ്യുന്നത്, പ്രകാശത്തോടാണ്. വിജ്ഞാനം പ്രകാശത്തെ പോലെയാണ്. അപ്പോൾ എന്തിനോടാണോ കമ്പയർ ചെയ്യുന്നത് അതിന് പറഞ്ഞ പേരാണ് മുഷബ്ബഹ് ബിഹി എന്ന് പറയും. ഓക്കെ, ഇനിയോ ആ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് അതിന് അറബിയിൽ പറഞ്ഞ പേരാണ് അദാത്ത് എന്ന ഉപകരണം എന്നർത്ഥം, ടൂള്. അദാത്തു തശ്ബീഹ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക്. നിങ്ങൾക്കത് എല്ലായ്പ്പോഴും നിങ്ങളെ ബുക്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ക എന്ന അക്ഷരം കൊണ്ടാ അൽ ഇൽമു കന്നൂർ എന്നാണ്, പ്രകാശത്തെ പോലെ എന്നാണ് ഉപയോഗിച്ച വാക്കാണ്. ഇവിടെ ക ഉപയോഗിച്ചു. നിങ്ങൾക്ക് എന്ത് മാത്രമേ വരുള്ളൂ, ക മാത്രമേ വരുള്ളൂ. ഇനിയോ ഈ കമ്പയർ ചെയ്തിട്ട് എന്തൊരു ഗുണമാണോ പറഞ്ഞത്, ഏത് വിഷയമാണോ കമ്പയർ ചെയ്ത് പറഞ്ഞത്, ഇവിടെ ഏത് വിഷയം പറഞ്ഞത്, അറിവ് പ്രകാശത്തെ പോലെയാണ്. എന്തിൻ്റെ വിഷയത്തിൽ, ഹിദായത്ത് നേർമാർഗത്തിൻ്റെ വിഷയത്തിൽ. ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്, നേർമാർഗം എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിന് പറഞ്ഞ പേരാണെന്ത്, വജൂ ശബ്ബഹ്. അപ്പോൾ ഞാൻ തശ്ബീഹ് എന്താണെന്ന് പറഞ്ഞു, അതിന് 4 റുക്കുനുകളുണ്ട്. അതിൽ അർക്കാനുകൾ ഏതൊക്കെയാണ്, മുഷബ്ബഹ് ബിഹി, അതായത് തശ്ബീഹ്, വജൂ ശബ്ബഹ്, 4 എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടെ ഇത് മുഷബ്ബഹ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ അൽ ഇൽമ്, മുഷബ്ബഹ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ കമ്പയർ ചെയ്യുന്നത്, ഇവിടെ അറിവിനെ കമ്പയർ ചെയ്യുന്നത്, അത് അൽ ഇൽമ് നമ്മൾ എഴുതും. ഓക്കെ, ഇനിയോ രണ്ടാമത്തത് എന്തിനോടാണോ കമ്പയർ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ നൂറുൻ എന്ന് എഴുതാം. ഓക്കെ, ഇനിയോ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്, ക ആണെന്ന് മനസ്സിലാക്കാം. ഇനി വജൂ ശബ്ബഹ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്ത് പറഞ്ഞ വിഷയം, ഇവിടെ വിഷയം അൽ ഹിദായത്ത്. ഓക്കെ, ഇനി ഒരാൾക്ക് ഇതിൻ്റെ മീനിങ് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് എളുപ്പമായി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് നോക്കുക, അപ്പോൾ ഈ എക്സാമ്പിൾ എടുക്കുക. ഈ എക്സാമ്പിൾ നിങ്ങൾ ഇത് എപ്പോഴും കാന വരുന്ന ഉറപ്പാണല്ലോ, അത് മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാന മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ കാക്ക് മുമ്പ് വരുന്നത് എന്തായിരിക്കും, നിർബന്ധമായിട്ട് മുഷബ്ബഹ്. അപ്പോൾ ഇവിടെ ഉസൈൻ ബോൾട്ട് ഓക്കെ, വിഷയം പിന്നെ പറയാം. ഈ കാനോട് ചേർന്ന് വരുന്ന വാക്കായിരിക്കും മുഷബ്ബഹ് ബി. എന്താ, ബർഖുൻ. ഓക്കെ, ഇത് നമുക്ക് ഇത് ഫിക്സ്ഡ് ആണല്ലോ, എല്ലാത്തിലും ക മാത്രമേ ഞാൻ പറയാം. ടൂള് എപ്പോഴും ക മാത്രമേ വരുള്ളൂ. ഏറ്റവും അവസാനത്തെ ഭാഗം ആയിരിക്കും എന്ത് വരിക, വജൂ ശബ്ബഹ് വരിക. ഇങ്ങനെ നമുക്ക് അർത്ഥം അറിയില്ല കണ്ടെത്താം. ഈ അർത്ഥം പറഞ്ഞു നോക്കാം നമുക്ക്. ഉസൈൻ ബോൾട്ട്
കൽ ബർക്ക് മിന്നൽ പോലെയാണ്. ഉസൈൻ ബോൾട്ടിനെ മിന്നലിനോട് കമ്പയർ ചെയ്തു. എന്തിൻ്റെ വിഷയത്തിൽ? സുർഅത്ത്, വേഗതയുടെ വിഷയത്തിൽ. അപ്പോൾ കൃത്യം നമുക്കത് എന്തിനെ കമ്പയർ ചെയ്തത്? ഉസൈൻ ബോൾട്ടിനെ. അപ്പോൾ മുസബ്ബഹ് ബിയാണ്. എന്തിനോടാണ് കമ്പയർ ചെയ്തത്? ബർക്ക്, മിന്നലിനോടാണ്. അപ്പോൾ മുസബ്ബഹ് ബിഹിയാണ്. ഉസൈൻ ബോൾട്ട് മുസബ്ബഹാണ്. ഉപയോഗിച്ച വാക്ക് ഏതാണ്? കാണ്. എന്തിൻ്റെ വിഷയത്തിലാണ്? വേഗത. അതും ശരിയാണ്. അപ്പോൾ ഇങ്ങനെയും അതിൻ്റെ ആൻസർ കണ്ടെത്താം. അർത്ഥം മനസ്സിലാക്കിയിട്ടും കണ്ടെത്താം. അർത്ഥം മനസ്സിലായെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. ഓക്കെ, 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരും. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.